ഹൈക്കോടതിയിൽ ഉയരുന്നത് അയ്യപ്പന്റെ വിധി പറയലും നീതി നടപ്പാക്കലും. ഊടുപാട് ജാമ്യം റദ്ദാക്കൽ, അഴിക്കുള്ളിൽ കിടന്ന് ചാകാൻ തന്നെ കള്ളക്കമ്മികളുടെ വിധി. ഇതുവരെ CPM എന്ന പാർട്ടി ബലത്തിൽ അഹങ്കരിച്ചവർ, ആ ബലത്തിൽ ശബരിമല കൊള്ളയടിച്ചവർ ഇന്ന് അഴിക്കുള്ളിൽ സാക്ഷാൽ അയ്യപ്പനെ വിളിച്ച് കരയുന്നു. ഈ കാരാഗൃഹവാസത്തിൽ നിന്ന് രക്ഷിക്കണേ പൊന്നയ്യപ്പ എന്ന് മാപ്പിരക്കുന്നു. സെല്ലിനുള്ളിൽ പരസ്പരം തലയിൽ കൈവച്ച് പ്രാഗി പത്മകുമാറും വാസുവും. പത്മകുമാർ കൊല്ലം പ്രത്യേക വിജിലൻസ് കോടതിയിൽ കൊടുത്ത ജാമ്യാപേക്ഷ തള്ളിയ വിവരമറിഞ്ഞ് പൊട്ടിച്ചിരിക്കുകയായിരുന്നു വാസു. കിട്ടിയാൽ എല്ലാവരും ഒരുപോലെ ജാമ്യം കിട്ടണം, അല്ലെങ്കിൽ ഒരുത്തനും കിട്ടരുത്. ആ ഒരു ലൈനിലാണ് വാസു ഇപ്പോൾ. പപ്പൻ അങ്ങനെ തലയൂരാമെന്ന് കരുതണ്ട എന്ന് പിറുപിറുക്കുകയാണ് വാസു. പപ്പൻ എന്നല്ല, ഒരുത്തനും ജാമ്യം കിട്ടാൻ പോകുന്നില്ല. കഴിഞ്ഞ ദിവസം വാസുവിന്റെ ജാമ്യാപേക്ഷ കോടതി കീറി എറിയുകയായിരുന്നു. മാറാ രോഗമാണെന്ന് പറഞ്ഞിട്ടും കോടതിയുടെ മനസ്സലിഞ്ഞില്ല. പ്രായാധിക്യം വല്ലാതെ തളർത്തുന്നു എന്ന് പപ്പൻ പറഞ്ഞിട്ടും പോയി അകത്ത് കിടക്കടോ, ആ നിലപാടിൽ കോടതി. വാസു, പത്മകുമാർ, മുരാരി ബാബു, പോറ്റി, ഡി സുധീഷ് കുമാർ, ബൈജു ഇവർ മാറി മാറി ജാമ്യാപേക്ഷ കൊടുത്തിട്ടും കോടതികൾ ജാമ്യം കൊടുക്കാതെ ആട്ടി ഓടിക്കുകയാണ്. അതായത് ഈ കേസിൽ ഹൈക്കോടതി നേരിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് കീഴ്ക്കോടതികൾ ജാമ്യാപേക്ഷ തിരിഞ്ഞു നോക്കുന്നതേയില്ല. പ്രതികൾക്ക് കൊള്ളയിൽ പങ്കുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജാമ്യം കൊടുത്താൽ പുറത്തിറങ്ങി ഇവർ കേസ് അട്ടിമറിക്കും. ആയ കാലത്ത് അയ്യപ്പന്റെ മുതല് കൊള്ളയടിച്ച് ആ കാശിന് വിലസി ഇപ്പോൾ പ്രായാധിക്യം, രോഗം എന്നൊക്കെ പറഞ്ഞ് ജാമ്യം വേണമെന്ന് കരഞ്ഞാൽ കോടതിയുടെ മനസ്സലിയുമെന്നാണോ? കൊള്ളക്കാരെ മുഴുവൻ നിയമത്തിന് മുന്നിലെത്തിക്കുമെന്ന് വിശ്വാസികൾക്ക് ഹൈക്കോടതി കൊടുത്ത ഉറപ്പാണ്. ഏതറ്റം വരെ പോയും കോടതി ആ വിധി നടപ്പാക്കും. വാസു, പത്മകുമാർ കൂട്ടരുടെ അറസ്റ്റ് അതിന്റെ ഉദാഹരണമാണ്. കാരണം അകത്തായിരിക്കുന്ന ഇരുവരും ചെറിയ മീനുകളല്ല, പ്രബലരാണ്. ഇനി തൂക്കാൻ പോകുന്നത് ശങ്കർദാസ്, വിജയകുമാർ ഈ കള്ളന്മാരെയാകും. കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഡിസംബർ 18-ാം തീയതി ഹർജി കോടതി പരിഗണിക്കും. കട്ടിളപ്പാളി കേസിലെ 5-ാം പ്രതിയും ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിലെ 3-ാം പ്രതിയുമായ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ ജാമ്യ ഹർജി വിധി പറയാൻ 15-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. മുൻ കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന N വാസുവിന്റെ ജാമ്യ ഹർജി വിജിലൻസ് കോടതി തള്ളിയതിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി 15-ന് പരിഗണിക്കും. ഇവിടെ നിന്നൊന്നും ജാമ്യം കിട്ടാൻ ഒരു സാധ്യതയുമില്ല. എന്നിട്ടും കള്ളന്മാർ ഇങ്ങനെ മാറി മാറി കോടതികളിൽ ഹർജി ഫയൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അഥവാ ബിരിയാണി കൊടുത്താലോ എന്ന ഒരു ചിന്തയാണ് ഈ കാട്ടുകള്ളന്മാർക്കുള്ളത്. പത്മകുമാർ ഊരിപ്പോകാതിരിക്കാൻ കടുത്ത മൊഴിയാണ് വാസു SITക്ക് കൊടുത്തത്. വാസു ഊരിപ്പോരാതിരിക്കാൻ ഊരാക്കുടുക്ക് മൊഴി പത്മകുമാറും SITക്ക് കൊടുത്തു. പരസ്പരം പാര പണിഞ്ഞു കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇരുവരും. ഇവന്മാർ ഒരുമിച്ച് നിന്നാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് പാർട്ടിയുടെ രോദനം. തന്നെ കുടുക്കി വാസുവിനെ രക്ഷിക്കാനാണ് പാർട്ടി പ്ലാൻ ഇടുന്നതെന്ന് പത്മകുമാർ വിശ്വസിക്കുന്നു. എന്നെ കുടുക്കി പത്മകുമാറിനെ രക്ഷിക്കാനാണ് പാർട്ടി പ്ലാൻ ഇടുന്നതെന്ന് വാസു സംശയിക്കുന്നു. സെല്ലിൽ നിലതെറ്റി കഴിയുന്ന കൂട്ടർ വെളിവ് കെട്ട് വല്ലതും വിളിച്ചു പറയുമോ, ആ പേടി പിണറായിക്കും. ഇരുവരെയും നിരീക്ഷിക്കാൻ ചാരന്മാരെയൊക്കെ സെറ്റാക്കിയിരിക്കുകയാണ്. ഇതൊന്നും പോരാഞ്ഞ് പത്മകുമാറിനും വാസുവിനും അവരുടെ ചാരന്മാരും ജയിലിനുള്ളിലുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഓരോ വിവരങ്ങളും ഇവരുടെ ചെവിയിലേക്ക് എത്തുന്നത്. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയ കൊല്ലം പ്രത്യേക വിജിലൻസ് കോടതി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ മനസ്സിലാകും കൊള്ളക്കാരുടെ അവസാനം അഴിക്കുള്ളിൽ തന്നെയാണെന്ന്. ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ട്. അതീവ ഗൗരവമുള്ള വിഷയമാണിത്. കേസ് ഇഴകീറി പരിശോധിച്ച് സത്യം പുറത്തു കൊണ്ടുവരും. വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം വ്രണപ്പെട്ട സംഭവമാണിത്. ഇത് നിസ്സാര വിഷയമല്ല, കൃത്യമായ നടപടികൾ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. ജാമ്യാപേക്ഷയുമായി മേൽക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ പത്മകുമാറിന്റെ നീക്കം. 1 മാസത്തോളമായി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പത്മകുമാർ ഉള്ളത്. മേൽക്കോടതിയിൽ പോയാലും അവിടെയും തിരിച്ചടി ഉണ്ടാകും എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. അതായത് SIT അന്വേഷണം നടത്തി അവർ സ്വമേധയാ ഇവരെ ഒന്നും അറസ്റ്റ് ചെയ്തതല്ല. അതായത് വാസുവിനെയും പത്മകുമാറിനെയും മുരാരി ബാബുവിനെയും പോറ്റിയെയും ഒക്കെ സ്വന്തം ഇഷ്ടപ്രകാരം SIT അങ്ങ് കസ്റ്റഡിയിലെടുത്തതല്ല. എല്ലാ വിവരങ്ങളും ഹൈക്കോടതിയെ ധരിപ്പിച്ച് കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് കാട്ടുകള്ളന്മാരെ എല്ലാം തൂക്കിയത്. കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ച മുരാരി ബാബുവിനും KS ബൈജുവിനും N വാസുവിനും കോടതി ജാമ്യം നൽകിയിരുന്നില്ല. ഇപ്പോൾ പത്മകുമാറിന്റെയും റദ്ദാക്കി. ഇതോടെ മേൽക്കോടതികളിലേക്ക് പോകാൻ ഇവർ നീക്കം നടത്തുമ്പോൾ കൊടികെട്ടിയ വക്കീലന്മാരെ ഇറക്കാനാണ് നീക്കം ഒരു വഴിക്കൂടെ നടക്കുന്നത്. അതായത് പത്മകുമാറും വാസുവും അവരുടെ
മുഴുവൻ സമ്പത്തും തൊലച്ചിട്ടാണെങ്കിലും കേസ് നടത്താൻ തയ്യാറായിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ ജയിലിൽ നിന്നൊന്ന് പുറത്തേക്കിറങ്ങിയാൽ മതി എന്ന് തലയിൽ കൈവയ്ക്കുകയാണ് ഈ കൂട്ടരെല്ലാം. കൊള്ളയടിക്കാൻ പോകുമ്പോൾ ഓർക്കണം, ദൈവത്തിന്റെ സമ്പത്ത് വരെ കൊള്ളയടിച്ച് തിന്നുന്നവരെ എന്താണ് വിളിക്കേണ്ടത്? ഉളുപ്പില്ലാത്ത, ലവലേശം ഉളുപ്പില്ലാത്ത ഇമ്മാതിരി കാട്ടുകള്ളന്മാരെ തൂക്കി അകത്തിടുക തന്നെയാണ് വേണ്ടത്. പുറം ലോകം ഇനി കാണരുത്. സ്വർണ്ണക്കൊള്ള പത്മകുമാറിന്റെ അറിവോടെയാണെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിന് പിന്നാലെയായിരുന്നു ഈ അറസ്റ്റുകൾ. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്മകുമാർ എല്ലാ ഒത്താശയും നൽകിയിട്ടുണ്ട്. പത്മകുമാറിന്റെ നിർദ്ദേശത്തിലാണ് മഹസറിൽ ചെമ്പ് തകിടുകൾ എന്ന് രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരുന്നുവെന്ന് SIT കണ്ടെത്തിയിരുന്നു. പത്മകുമാറിന്റെ വീട്ടിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചനകൾ നടന്നുവെന്ന നിഗമനത്തിലും SIT എത്തിയിരുന്നു. അതായത് പത്മകുമാറിന്റെയും വാസുവിന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ഒക്കെ വീടുകളിൽ ഈ പോറ്റി ചെന്നിട്ടുണ്ട്. അത്ര അടുപ്പമില്ലാതെ ഇങ്ങനെ ആ വീടുകളിൽ കയറി ഇറങ്ങി നിരങ്ങില്ലല്ലോ പോറ്റി. കോടതി ഇടപെടലിലാണ് പപ്പേട്ടനും വാസുവും ഒക്കെ തൂങ്ങുന്നത്. അതുകൊണ്ട് ഊരിപ്പോകുക അത്ര എളുപ്പമൊന്നുമല്ല. പ്രായമായി, വയ്യ, ഇളവ് തരണം എന്നൊക്കെ കരഞ്ഞിട്ടൊന്നും ഇനി ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതുവരെ ഇവർക്കങ്ങ് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. അതായത് പാർട്ടി രക്ഷിക്കും എന്നുള്ള ഓവർ കോൺഫിഡൻസ്. എന്നാൽ പാർട്ടി തിരിഞ്ഞുപോലും ഇപ്പോൾ ഈ കാട്ടുകള്ളന്മാരെ നോക്കുന്നില്ല. ഇവരെ ഇടനില നിർത്തിയാണ് ശബരിമലയിൽ കൊള്ള നടത്തിയിരിക്കുന്നത്. ആ കൊള്ള നടത്തിയ വമ്പൻ തലയാണ് പുറത്തേക്ക് വരേണ്ടത്. മറ്റുള്ളവരെ ഒഴിവാക്കി തന്നെ മാത്രം കുറ്റക്കാരനാക്കുന്നതിലെ എതിർപ്പ് പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ എടുത്തു പറയുന്നുണ്ട്. അതായത് കൂട്ടത്തോടെ പ്ലാൻ ഇട്ട് നടത്തിയ കൊള്ളയാണെന്ന് പത്മകുമാർ തന്നെ സമ്മതിച്ചു കൊടുക്കുകയാണ്. കൂടുതൽ കുടയുന്നതോടെ പല പേരും പത്മകുമാർ തന്നെ വിളിച്ചു കൂവും. ഈ പേടിയിലാണ് CPM ഇപ്പോൾ വെന്തുരുകുന്നത്. പ്രതിപക്ഷമാകട്ടെ ഇപ്പോൾ സടകുടഞ്ഞെഴുന്നേറ്റ് ശബരിമല ഒരു വജ്രായുധമാക്കി മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ ഗർഭത്തിൽ തൂങ്ങിക്കിടന്ന പ്രതിപക്ഷമാണ് ശബരിമല അതിശക്തമായി ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നത്. അതായത് അണികൾ വലിയ രീതിയിൽ മുറവിളി കൂട്ടി, നിങ്ങൾ ഈ ഗർഭം ഒന്ന് മാറ്റിവെച്ചിട്ട് ശബരിമല ഏറ്റെടുക്കൂ എന്ന്. ഇതോടുകൂടിയാണ് പ്രതിപക്ഷത്തിന് വെളിവുണ്ടായത്. തെരഞ്ഞെടുപ്പിലെ അജണ്ട മാറ്റാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ മറയ്ക്കാനാണ് മുഖ്യമന്ത്രി രാഹുൽ വിഷയം ഉന്നയിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. ജനങ്ങൾ തീരുമാനിച്ച അജണ്ട ശബരിമല സ്വർണ്ണക്കൊള്ളയാണെന്നും അത് ചർച്ചയാകുന്നത് മുഖ്യമന്ത്രി ഭയക്കുന്നതിനാലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉന്നയിക്കുന്നതെന്നുമായിരുന്നു ഷാഫി പറമ്പിൽ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെതിന് സമാനമായ പരാതികൾ CPM-ലുമുണ്ട്. മുഖ്യമന്ത്രി എന്താണ് എന്നിട്ട് ചെയ്തത്? മുഖ്യമന്ത്രി ഇടത്തും വലത്തും മുന്നിലും പിന്നിലും നോക്കണം. എന്നിട്ട് വേണം കോൺഗ്രസിനെ ഇക്കാര്യത്തിൽ ഉപദേശിക്കാൻ. പത്മകുമാറിനെതിരെ പാർട്ടി എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും ഷാഫി പറമ്പിൽ വെട്ടിത്തുറന്ന് ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാകുന്നതിനെ ഇരട്ടച്ചങ്കൻ നിന്നങ്ങ് ഭയപ്പെടുകയാണ്. ഞങ്ങൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞത്.